എന്താ ഒരു സന്തോഷമുണ്ട്. എന്നിട്ട് എനിക്ക് ജോലി കിട്ടി. ബോർമ. മറ്റേ ക്ലീറ്റോന്റെ പാർട്ടിയിലെ അൻസാറില്ലേ? ഒന്നല്ല. അൻസാറിന്റെ എന്തോ ഭയങ്കര വേണ്ടപ്പെട്ട ഒരാളാ. അയാൾക്ക് അവിടെ ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞു അവരുടെ ബോർമയില്. വെള്ളയമ്പലത്ത്. ഇച്ചിരി പോയാ മതിയല്ലോ. അപ്പൊ നമുക്ക് ഒന്നിച്ച് പോകാം. അതാണ് എത്രയാ ശമ്പളം? 12,000 രൂപ. കോളടിച്ചല്ലേ? നന്നായി. ഈ തൊഴിലുറപ്പിന് പോയി വെയിൽ കൊള്ളണ്ടല്ലോ. നേര്. അപ്പൊ ഞാൻ നാളെ വരെ പോകും. ചോറ് കൊണ്ടുപോകണം. ചോറ് മാത്രം കൊണ്ടുപോയാൽ മതി. ചായയൊക്കെ അവര് തരും. എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസം വേണം. ഞായറാഴ്ച പോകില്ലേ? ഞാൻ ചെല്ലട്ടെ. ക്ലീറ്റോന് ചായ 5 മണി വരെയൊക്കെ നിന്നാ മതി എന്നാ പറഞ്ഞു. പോട്ടേട്ടാ. അവളെ സന്തോഷം കണ്ടേ. അവനാ ജോലിക്കുന്നില്ല, അവളെങ്കിലും പോട്ട് അല്ലേ. സമ്മതിച്ചല്ലോ. സമ്മതിച്ചില്ല, അവൻ ഇടി കൊടുത്തനെ. ഇതിപ്പോ എന്തായാലും നന്നായി. അവള് ജോലി ചെയ്ത് കുറച്ച് പൈസ കിട്ടും. അവളെ കാര്യം നടന്നോളല്ലോ. അതെ. എന്നും വന്നിങ്ങനെ അതിനൊന്നും ചോദിക്കണ്ടല്ലോ. നീ അവളെ മൂത്ത സന്തോഷം കണ്ടായിരുന്നാടി. സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്ത് സമ്പാദിക്കട്ടെ, മെഡിക്കാവട്ടെ. സ്വന്തമായിട്ട് ജോലിക്ക് പോകണമെന്ന് എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. എന്ത് ജോലി? ഏട്ടൻ വിട്ടാ നാത്തൂൻ്റെ കൂടെ ഞാനും പോവാം ജോലിക്ക്. അവിടെ ഒരാളെ മതി, രണ്ടുപേര് വേണ്ട. അവിടെ യൂണിയനായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവിടുന്ന് ചോദിക്കാലോ വേക്കൻസി ഉണ്ടോന്ന്. ഇവിടെ എന്താ, നിനക്കിവിടെ എന്തിന്റെ കുറവാണ്? അവള് ജോലിക്ക് പോകണ കാര്യമുണ്ട്. മോള് പോയാ പിന്നെ ഞാനും ഇവിടെ ഒറ്റക്കല്ലേ ഇരിക്കണം. നിനക്കിവിടെ വേറെ വീട്ടു ജോലിയൊന്നുമില്ലേ? പിന്നെ വീട്ടു ജോലി അല്ലെങ്കിൽ വലിയ കുഴപ്പം തന്നെ. നമുക്ക് ദൈവം ആവശ്യത്തിന് തന്നിട്ടുണ്ട്, അത് മതി. അവൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അവളില്ലാത്തതുകൊണ്ട് അവൾ പോട്ട്, അവൾക്കൊരു സന്തോഷം ഉണ്ടാവട്ടെ. ഇപ്പം അവളുടെ മുഖത്തെ ഒരു ചിരിയും ആ സന്തോഷം, അത് മതി എനിക്ക്.